വർഷങ്ങളായി ഭീകരവാദത്തിന്റെ ഭീഷണി നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം മുതൽ ആഭ്യന്തര കലാപങ്ങൾക്ക് തിരികൊളുത്തുന്ന പ്രവർത്തനങ്ങൾ വരെ ഭീകരവാദത്തിന്റെ വിവിധ രൂപങ്ങളിൽ രാജ്യം വേദനിച്ചിട്ടുണ്ട്. ഈ ഭീഷണിയെ നിയമപരമായി നേരിടാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുന്നു. എന്നാൽ ഭീകരവാദ വിരുദ്ധ നിയമങ്ങൾ പലപ്പോഴും വലിയ സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇടയിലുള്ള സങ്കീർണമായ ഒരു സന്തുലിതാവസ്ഥയാണ് ഈ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുപ്രസിദ്ധമായവയായിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ കൊണ്ടുവന്ന ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, പിന്നീട് വന്ന പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നിവ. ഭീകരവാദ കേസുകളിൽ പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും കൂടുതൽ അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമങ്ങൾ. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആരോപണങ്ങളെ തുടർന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇത് കാരണമാകുന്നു എന്നുമുള്ള ശക്തമായ വിമർശനങ്ങളെ തുടർന്നും ടാഡ 1995 കോട്ട 2004 റദ്ദാക്കുകയുണ്ടായി. നിരപരാധികളായ ധാരാളം പേർ ഈ നിയമങ്ങളുടെ ഭാഗമായി വേട്ടയാടപ്പെട്ടു എന്ന പരാതികൾ വ്യാപകമായിരുന്നു. യഥാർത്ഥത്തിൽ UAPA നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നെങ്കിലും ടാഡയും കോട്ടയും റദ്ദാക്കിയതിനു ശേഷം ഭീകരവാദ വിരുദ്ധ വ്യവസ്ഥകൾ ഇതിൽ കൂട്ടിച്ചേർക്കുകയും കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. UAPA ഭീകരവാദ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും അതിൽ ഏർപ്പെടുന്ന വ്യക്തികളെയും സംഘടനകളെയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു. ഈ നിയമപ്രകാരം ഒരാളെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാനും ഭീകര സംഘടനകളെ നിരോധിക്കാനും സർക്കാരിന് അധികാരമുണ്ട്. അറസ്റ്റ്, തടങ്കൽ, ജാമ്യം എന്നിവ സംബന്ധിച്ച് UAPA കർശനമായ വ്യവസ്ഥകളുണ്ട്. പലപ്പോഴും ജാമ്യം ലഭിക്കാൻ പ്രതികൾക്ക് വലിയ നിയമപോരാട്ടം നടത്തേണ്ടി വരുന്നു. വിചാരണ കൂടാതെ ദീർഘകാലം തടങ്കലിൽ വെക്കാനും നിയമം അനുവാദം നൽകുന്നുണ്ട്. ലക്ഷ്യവും ആവശ്യകതയും: രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡയും സംരക്ഷിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ അനിവാര്യമാണെന്ന് സർക്കാർ വാദിക്കുന്നത്. ഭീകരവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്നും സാധാരണ നിയമങ്ങൾ ഉപയോഗിച്ച് ഇവരെ നേരിടാൻ പരിമിതികളുണ്ടെന്നും സർക്കാർ പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെയും UAPA പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി NIAC പോലുള്ള പ്രത്യേക അന്വേഷണ ഏജൻസികൾക്ക് UAPA കേസുകളിൽ വിപുലമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. വിമർശനങ്ങളും വെല്ലുവിളികളും: എന്നാൽ UAPA പല വ്യവസ്ഥകളും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇടയാക്കുന്നു എന്ന വിമർശനം ശക്തമാണ്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വിചാരണ കൂടാതെ ദീർഘകാലം തടങ്കലിൽ വെക്കാം. പലപ്പോഴും കുറ്റം തെളിയിക്കപ്പെടാത്ത കേസുകളിൽ പോലും ദീർഘനാൾ ജയിലിൽ കഴിയേണ്ടി വരുന്നു. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളെയും സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും നിശബ്ദരാക്കാൻ UAPA ദുരുപയോഗം ചെയ്യുന്നു എന്ന വിമർശനവും വ്യാപകമാണ്. കുറ്റാരോപിതന്റെ അവകാശങ്ങൾ, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണ, നിയമത്തിന്റെ ദുരുപയോഗം തടയൽ തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്കകൾ നിലനിൽക്കുന്നു. ഭീകരവാദത്തെ ഫലപ്രദമായി നേരിടുന്നതിനോടൊപ്പം പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ചുരുക്കത്തിൽ, ഭീകരവാദത്തെ നിയമപരമായി നേരിടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തുടരുകയാണ്. UAPA പോലുള്ള നിയമങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഇവ മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്നു എന്ന് മറുവിഭാഗം ശക്തമായി വിമർശിക്കുന്നു. ഭീകരവാദത്തിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ടെങ്കിലും ഈ നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു. ദേശീയ സുരക്ഷയും പൗരന്റെ സ്വാതന്ത്ര്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് ഇന്ത്യൻ നിയമനിർമ്മാതാക്കൾക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടരുമ്പോൾ തന്നെ നിയമങ്ങൾ നീതിയുക്തവും സുതാര്യവും ആയിരിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്.